സെഷൻ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 1795 ദിവസമാണ്. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്കൊരു ക്ലാസ് ആണ്. ക്ലാസ് എടുക്കുവാനായി എത്തിയിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ ഹ്യൂബർട്ട് ഡി സിൽവയാണ്. ഡോക്ടർ നമുക്ക് എന്നും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ഡോക്ടറെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല. IFPHന്റെ ഗായകൻ കൂടിയാണ്. ഡോക്ടർ ഇന്ന് നമുക്ക് എടുക്കുന്ന വിഷയം ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഇന്ന് ഹ്യൂബർട്ട് ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ സെഷൻ. നന്ദി. ഹ്യൂബർട്ട് ഡോക്ടറെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കും. ഡോക്ടറെ ക്ലാസ് കൊടുക്കും. ഏതായിരുന്നാലും നല്ലൊരു സായം സന്ധ്യ. എല്ലാവരുടെയും മുഖത്ത് കണ്ട സന്തോഷം കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഹൃദയത്തെ കുറിച്ചാണല്ലോ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണുന്നതാണ്. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് എൻ്റെ ഇതിലോട്ട് ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കാണാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ചെറുതായി കേട്ടോ ഡോക്ടറെ. ഞാനൊന്ന് ചെറുതാക്കാം, ഞാനൊന്ന് വലുതായി. വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അത് വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല. എന്നാൽ വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അത് മനുഷ്യന്റെ ചിന്തനാണ്. ദുഷ്ചിന്തകൾ, കൊലപാതകം, പരസംഗം, വ്യഭിചാരം, മോഷണം, കള്ളസാക്ഷ്യം, പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രണ്ട് രീതിയിലാണ് പ്രവേശിക്കുന്നത്. ഒന്ന്, നമ്മൾ വായിൽ കൂടെ പ്രവേശിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ എന്താണ് വേണ്ടത്? നമ്മൾ പരസ്പരം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്? നമ്മുടെ കണ്ണിലൂടെയാണ് പല കാര്യങ്ങളും കണ്ട് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. കണ്ണിലൂടെയാണ് പലതും നമ്മൾ സ്വീകരിക്കുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇതെല്ലാം സംഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും സംഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ രുചിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നു. നമുക്ക് ഒരു നിമിഷം ഹൃദയം എങ്ങനെയാണെന്ന് നോക്കാം. Protected by the rib cage. The heart is divided into 4 chambers. The 2 upper chambers of heart are called right atrium and left atrium. And the 2 lower chambers of heart are called right ventricle and left ventricle. Inferior vena cava and superior vena cava carry deoxygenated blood to the right atrium of the heart. Blood flows from the right atrium into the right ventricle through the open tricuspid valve. When the ventricles are full, the tricuspid valve shuts.
blood leaves the right ventricle through the pulmonary valve into the pulmonary artery for oxygenation. The pulmonary veins carry oxygenated blood to the left atrium. Blood flows from the left atrium into the left ventricle through the open mitral valve. When the ventricles are full, the mitral valve shuts. Blood leaves the left ventricle through the aortic valve into the aorta and to the body. And this is how the heart functions continuously. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഹൃദയം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കാമല്ലോ? കേൾക്കുന്നില്ല, ഇച്ചിരൂടെ സൗണ്ട് വേണം. ആ അല്ലെ, സൗണ്ട് ഉണ്ടെന്ന് തോന്നി. എന്റെ സൗണ്ട് കുറവായോണ്ട്. സൗണ്ട് ഉണ്ട് ഡോക്ടറെ? സൗണ്ട് ഉണ്ടല്ലോ. ഉണ്ട്. ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ്. അപ്പോൾ നമ്മള് ഹാർട്ട് ഓടിയതൊക്കെ കണ്ടല്ലോ അല്ലേ? ഹാർട്ട് പ്രവർത്തിച്ചൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ ഡോക്ടറെ, ശൈല ഡോക്ടറെ? ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി ഇരിക്കുക, അതെന്താണോ അത്? ഇടയ്ക്കിടയ്ക്ക് IFPH ടെക് ഹോസ്റ്റ്, പിന്നെ ഞാൻ ഹോസ്റ്റ്, അങ്ങനെ മാറി വരുന്നു ഡോക്ടറെ. ഇല്ല, ഞാൻ ഹോസ്റ്റ് ആക്കിയതാണ്. ഇടയ്ക്ക് ഞാനൊന്ന് ഹോസ്റ്റ് മാറി, കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഡോക്ടറായിരുന്നു ഹോസ്റ്റ്, എന്നെ കോ ഹോസ്റ്റ് ആക്കിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശരിയായോ? ഇപ്പൊ ശരിയായി. അപ്പൊ ഇതാണ് ഹാർട്ടിന്റെ പ്രവർത്തനം നമ്മൾ കണ്ടു. ഇനി ഹാർട്ടിന്റെ നിയന്ത്രണങ്ങളുണ്ട്, പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട് ഹാർട്ടിന്. റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റി. 4 തരം നിയന്ത്രണങ്ങളാണ് സാധാരണ പ്രധാനമായിട്ടുള്ളത്. ഇൻട്രിൻസിക് റെഗുലേഷൻ, എക്സ്ട്രിൻസിക് റെഗുലേഷൻ, ന്യൂറൽ റെഗുലേഷൻ, ഹോർമോണൽ റെഗുലേഷൻ. ഈ അടുത്ത ദിവസം ഒരു 1.5 ആഴ്ച സമയത്തിന് മുമ്പായിട്ട് ഒരു പെൺകുട്ടി ഓടി വന്നെന്ന് പറഞ്ഞിരുന്നാൽ, ഈ പെൺകുട്ടി വളരെ മിടുക്കത്തിയാണ്. മിടുക്കത്തി എന്ന് പറഞ്ഞിരുന്നാൽ ഒരു 28 വയസ്സുണ്ട്. ഈ പെണ്ണ് എപ്പോഴും വണ്ടിയൊക്കെ എടുത്ത് ഓട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും കച്ചവടവും കാര്യങ്ങളും, ഇവർക്ക് ബിസിനസ്സൊക്കെ ഉണ്ട്, അതെല്ലാം നടത്തുന്നുണ്ട്. പിന്നെ ഈ കുട്ടി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയിൽ നിന്ന് ജോലിയൊക്കെ മാറി. അപ്പൊ എപ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുട്ടിയാണ്. കാരണം വലിയ ലോഡൊക്കെ വെച്ച് ഈ പെൺകുട്ടി ഈ സ്കൂട്ടറിൽ വെച്ച് ഒക്കെ കൊണ്ടുപോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന വളരെ മിടുക്കത്തിയായിട്ടുള്ള കുട്ടി. അതുകൊണ്ട് ഒരു ദിവസം ഓടി വന്നിട്ട്, വൈകുന്നേരമാണ്, ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് തീരെ വയ്യ, എനിക്ക് കണ്ണ് പകുതിയെ കാണാൻ പറ്റുന്നുള്ളൂ, വണ്ടി എങ്ങനെയെങ്കിലും ഓടിച്ച് ഇവിടെ വന്നെത്തിയതാണ്. ആകെ തകർന്ന് തരിപ്പണമായിട്ട് ഈ പെണ്ണ് എൻ്റെ മുമ്പിൽ വന്നത്. എന്താണ് എനിക്ക് സംഭവിച്ചെന്ന് അറിയില്ല. ഇത്ര സ്മാർട്ടായിട്ടുള്ള കുട്ടി, നല്ല ഹൈറ്റുമാണ്, ഏകദേശം നല്ല ഒരു 5'9", 5'10" വരുമെന്ന് കുട്ടിയുടെ ഹൈറ്റ്. അപ്പോൾ വന്നിട്ട് ഇത് പറഞ്ഞു. അപ്പൊ ഈ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഞാൻ എൻ്റെ ജോലിയൊക്കെ മാറി, ഇപ്പൊ പുതിയ ജോലിയാണ്, കുറെ യാത്രയും ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്.
ഇതെല്ലാം പറഞ്ഞു തന്നതിന് ശേഷം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് അതായിരുന്നു എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോഴാണ് ഇഗ്നേഷ്യ 50 പുതിയ കുപ്പി വാങ്ങിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായിരുന്നാലും ഒന്ന് കൊടുത്തു നോക്കാം. ഇഗ്നേഷ്യ 50 ഇപ്പൊ നമ്മുടെ ത്രിവേദി ഡോക്ടർ പറഞ്ഞതുപോലെ, നിഖിൽ ത്രിവേദി ഡോക്ടർ പറഞ്ഞതുപോലെ ഇഗ്നേഷ്യ ഏതായിരുന്നാലും 50 ഒന്ന് ഉപയോഗിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഏതായിരുന്നാലും ഇങ്ങനെ ഒരു കണ്ടീഷനിലല്ലേ, ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പൊ ഞാൻ 50 ഒരു 3-4 തുള്ളി 4 കിലോമീറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഓടാൻ പോയി മരുന്നെടുക്കാനായിട്ട് പോയിട്ട് ഞാൻ പിന്നെ വലിയ കേസ് ടേക്കിംഗ് ഒന്നും ഉള്ള ആളല്ല. ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ട് എൻ്റെ കേസ് ടേക്കിംഗ് ഒക്കെ തീരും. അതാണ് എൻ്റെ രീതി. നേരെ അകത്ത് കയറി മെഡിസിൻ എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ കുട്ടി പറയണം, ഡോക്ടറെ എൻ്റെ 90% അസുഖം മാറും. ഇഗ്നേഷ്യ 50 ഒരു 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. പറയാം എൻ്റെ 90% അസുഖം മാറി, എൻ്റെ കണ്ണെല്ലാം കാണുന്നുണ്ട്, എല്ലാം പെട്ടെന്ന് അങ്ങ് ഈ മരുന്ന് ചെന്ന ഉടൻ തന്നെ എന്തൊക്കെയോ എനിക്ക് സംഭവിച്ചു. പെട്ടെന്ന് എൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് വരുന്ന വഴിക്ക് തന്നെ എൻ്റെ ജീവിതം എങ്ങോട്ട് പോകുന്നെന്ന് എനിക്കറിയില്ല. അങ്ങനെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നൊരു ഘട്ടത്തിലാണ് വന്നത്. പക്ഷെ കൂടിപ്പോയ ഒരു 5 മിനിറ്റ് എടുത്തതാണ്. ഈ 5 മിനിറ്റിനകത്ത് ഇങ്ങനെ ഒരു അത്ഭുതം നടന്നു. ഇതുപോലെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഇതുപോലെ തന്നെ ഒരിക്കൽ ഒരാള് നീ ഉഴുന്നൊക്കെ കഴിച്ചിട്ട് പഴയ ഉഴുന്നാണെന്ന് തോന്നുന്നു, ഇതുപോലെ കിറുങ്ങി അടിച്ച് ഒരുമാതിരി ബോധമില്ലാത്ത പോലെ കണ്ണൊക്കെ കിറുങ്ങി ഒരുമാതിരിയാവുന്നു. പക്ഷെ അന്ന് കാർബോവേജ് ഞാൻ CM പൊട്ടൻസി ഒരു ഡോസ് അപ്പം തന്നെ നാക്കി ഒഴിച്ചു കൊടുത്തു വന്നപ്പോൾ തന്നെ പുള്ളി പറഞ്ഞ് പെട്ടെന്ന് ആ പിടി വിട്ടു. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ എഫക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. പലപ്പോഴും നമുക്ക് സൗഖ്യം കിട്ടിയതൊന്നല്ല, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ സൗഖ്യം കിട്ടിയെന്നുള്ള അതിനൊരു വിശദീകരണം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോഴാണ് നമ്മുടെ മരുന്ന് എങ്ങനെയായി എഫക്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് കുറഞ്ഞു അല്ലെങ്കിൽ കൂടി സുഖം കിട്ടി എന്നുള്ളതല്ല, അതിന് എന്തുകൊണ്ടൊക്കെയാണ് അത് സംഭവിക്കുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. The neural regulation of the heart is a process that involves the autonomic nervous system and various areas of the brain. The ANS controls the heart's rate and contractility through the sympathetic and parasympathetic nervous system. സിമ്പതറ്റിക്കും പാരസിമ്പതറ്റിക്കും നെർവസ് സിസ്റ്റം വഴി നമ്മുടെ ഹൃദയത്തെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹൃദയത്തിന് പലപ്പോഴും നെർവസ് ഒരു സ്റ്റിമുലേഷൻ ഉത്പാദിപ്പിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് തന്നെ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾ പറയില്ല, മാനസികമായിട്ടുള്ള വിഷമം ഒരാളെ തളർത്താനായിട്ട് ധാരാളം മതി, ഒരു വാക്ക് മതിയാവും ഒരാളെ ജീവിതം മൊത്തം തകർത്ത് കളയാനായിട്ട്. ഒരൊറ്റ വാക്ക്, ആ വാക്ക് എന്തുമാത്രം ഒരു മനുഷ്യനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ എന്തുമാത്രം വേദനിപ്പിച്ചു എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ ഒരു ഇൻസൾട്ട് ചെയ്തു, എല്ലാവരുടെയും ആൾക്കൂട്ടത്തിൽ വെച്ച് ഒന്ന് ഇൻസൾട്ട് ചെയ്തു, ഒരു വാക്കായിരിക്കും പറയുന്നത്, പക്ഷെ ആ വാക്ക് വളരെ അധിക്ഷേപമായിട്ട് മാറും. നമ്മൾ നോക്കിത്തീർന്നാൽ നമ്മുടെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗായകൻ യേശുദാസ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വാശി ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇദ്ദേഹം സംഗീത കോളേജിൽ പഠിച്ചിട്ട് അവസാനം എല്ലാവരും ഈ അരങ്ങേറ്റത്തിന് പോകുന്ന സമയത്ത് അനുഗ്രഹിക്കുന്ന ഒരു സന്ദർഭം വരും. ആ സമയത്ത് ഒരു അധ്യാപകൻ, പേരെനിക്കറിയാം, മനഃപൂർവ്വം പറയുന്നില്ല, അധ്യാപകൻ അടുത്ത് വന്നപ്പോൾ പുള്ളിയെ ഒന്ന് ആക്ഷേപിച്ച് പറഞ്ഞു, മാപ്പിളയ്ക്ക് എന്താ സംഗീതം എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാതെ പറഞ്ഞു വിട്ടു. അത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുന്നത്, ഒരു 17 വയസ്സുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രായമാണ്. ആ പ്രായത്തിലൊരു കുട്ടിക്ക് എന്തുമാത്രം ഒരു ഇൻസൾട്ടാണ്. ആ ഇൻസൾട്ട് പക്ഷെ ഒരു കാര്യം ചെയ്തു, പുള്ളിക്ക് അന്ന് തന്നെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഒരു വാശിയുണ്ടായി, എനിക്ക് പാടണം.
എനിക്കിത് കാണിച്ചു കൊടുക്കണം, അങ്ങനെ ഒരു വാശി. അതുപോലെ തന്നെ വേറൊരു സന്ദർഭത്തിൽ പുള്ളിയുടെ ഗാനങ്ങള്, പുള്ളിയുടെ സ്വരം കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ആകാശവാണി പുള്ളിയെ പറഞ്ഞു വിട്ടു, സ്വരം പ്രക്ഷേപണ യോഗ്യമല്ല. പിൽക്കാലത്ത് ആ സ്വരം തന്നെയാണ് എപ്പോഴും കേൾക്കാനായിട്ട് തുടങ്ങിയത്. ഇതപ്പോഴും നമ്മൾ ചില സമയത്ത് നമ്മൾ ചില വേർഡ്സ് തളർത്തിക്കളഞ്ഞു. ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ വന്ന ഒരു കേസ്, ഒരു സ്ത്രീ, 70 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, 100 കിലോ വെയിറ്റ്. അതായത് കഴിഞ്ഞ 23-ാം തീയതി, കഴിഞ്ഞ മാസം 23-ാം തീയതി വന്ന ഒരു പേഷ്യൻ്റാണ്. അവർക്ക് ലിവർ കംപ്ലൈന്റ്, ഹൈപ്പർ ടെൻഷൻ, മറ്റേ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, HB 9.7, ESR 60. എന്നിട്ട് നോക്കിയപ്പോൾ കാണാം ലിവറിൽ ഒരു ലീഷൻ, ഒരു ക്യാൻസറസ് ലീഷൻ. ഇത് ഇത്രയായിട്ട് വന്നൊരു കേസാണ്. അവര് ഡോക്ടേഴ്സ്, കാരണം ഇവർക്ക് നടക്കാനൊന്നും വയ്യ, ആഹാരമൊന്നും കഴിക്കാൻ വയ്യ, ശ്വാസമൊക്കെ അങ്ങ് വിടാനായിട്ട് പോലും കഴിയാത്ത വിധത്തിൽ ഒരു തീരെ ഒരു അവസ്ഥ നിലയിലാണ് എൻ്റെ അടുത്ത് വരുന്നത്. വന്നപ്പോൾ 100 കിലോ വെയിറ്റ് ഉണ്ട് അവർക്ക്. അവര് കയറി വരാനൊന്നും പറ്റുന്നില്ല, രണ്ടുപേരും ഒക്കെ പിടിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ അവര് അധികം മാനസികമായിട്ട് തകർന്നിട്ടില്ല. പക്ഷെ വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അമ്മയെ ഭയങ്കര കാര്യമാണ്. അവരോട് വലിയ വിശദമായിട്ടൊന്നും ആരും കാര്യമൊന്നും പറഞ്ഞു. എന്നിട്ട് ഈ സ്ത്രീ വന്നു, ഞാൻ കേസെടുത്തു. പോർട്ടൽ ഹൈപ്പർ ടെൻഷന്, ഫ്ലൂയിഡ് ഒക്കെ കളക്ഷനും നല്ല ഇൻഡസ്ട്രിയലിന്റെ കളക്ഷനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ESR 60, ക്യാൻസർ സൊല്യൂഷൻ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടീഷനിൽ വന്നപ്പോൾ ഞാൻ മരുന്ന് കൊടുത്ത മരുന്നുകൾ ലൈക്കോപോഡിയം 1 ml, നെക്സോമിക്ക ചൈന, കാർബോവേജ് ഇത്രയും കൊടുത്തു. പിന്നെ ഞാൻ ഭയങ്കര വേദനയൊക്കെയായിരുന്നു കാലിലും കയ്യിലും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസിൽ ഇപ്പൊ ലിവറിലാണ് കംപ്ലൈന്റ് വന്നിട്ടുള്ളതെങ്കിലും ഫസ്റ്റില് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഹാർട്ടിനാണ്. ഒരു മനുഷ്യരെ ചികിത്സിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഹൃദയത്തിന് ഞാൻ നോക്കും, ഹൃദയത്തിന്റെ സ്ഥിതി അല്ലെങ്കിൽ ഹൃദയവുമായിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് കൊണ്ടുപോകാന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. ആദ്യം ഹൃദയം, കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആദ്യമായിട്ടുണ്ടായ ഓർഗൻ എന്ന് പറയുന്ന ഹൃദയമാണ്. ഹൃദയമാണ് നമ്മുടെ ഏകകോശത്തിൽ നിന്ന് ഇങ്ങനെ ആദ്യം രൂപം കൊണ്ടുവരുന്ന ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിനെയാണ് നമ്മൾ എപ്പോഴും ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആ രീതിക്കൊന്ന് കാണേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ ഹൃദയവുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസ് ഞാൻ കൊടുത്തു. അപ്പൊ കൊടുത്തു വന്നപ്പോ ഈ മാസം ഇന്നലെ ഒരു 3-4 ദിവസം മുമ്പ് വന്നപ്പോൾ ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവര് നന്നായിട്ട് നടക്കുന്നുണ്ട്. 105 കിലോ ഉണ്ടായിരുന്നു, 84 കിലോ ആയിട്ട് കുറഞ്ഞു. അപ്പൊ 16 കിലോ, മോർ ദാൻ 16 കിലോ, 120 കിലോ വെയിറ്റ് ഉണ്ട്. ഭയങ്കര സ്ത്രീയായിരുന്നു. അതെല്ലാം പോയി 84 കിലോ ആയിട്ട് കുറഞ്ഞു. അപ്പൊ 84 നോക്കിയപ്പോ ഞാൻ പറഞ്ഞു 84. അപ്പൊ പറഞ്ഞു അയ്യോ അന്ന് 120 ഉണ്ടായിരുന്നല്ലോ. അപ്പാണ് ഞാൻ നോക്കിയപ്പോ ഞാനന്ന് വെയിറ്റ് എടുത്തിട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർ ആ ഒരു കണ്ടീഷനിലല്ലായിരുന്നു, ഭയങ്കര ആവശ്യ നിലയിലായതുകൊണ്ട് നമ്മൾ വെയിറ്റ് ഒന്നും നോക്കിയില്ലായിരുന്നു. അപ്പോഴാ നീരെല്ലാം പോയി, അവർക്ക് ശ്വാസമെല്ലാം നല്ല രീതിയിൽ കിട്ടാൻ തുടങ്ങി. അവർക്ക് വിശപ്പ്, ആഹാരമൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതെല്ലാം നന്നായിട്ട് ഇപ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, അവർ നടക്കുന്നുണ്ട്, അവർ ഏകദേശം ഒരു നോർമൽ ലൈഫിലോട്ട് പോയി. ഇങ്ങനെയുള്ള കേസുകൾ നമ്മളെ പലപ്പോഴും നമ്മളും ചിലപ്പോൾ മടിച്ചു പോകും, അയ്യോ എങ്ങനെ ക്യാൻസർ ഞാൻ കൈകാര്യം ചെയ്യും, ഒരു ലിവർ ക്യാൻസർ വന്നു പറഞ്ഞാൽ നമ്മളങ്ങ് ധൈര്യമായിട്ട് എടുക്കുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അന്ന് കൊടുത്ത മെഡിസിൻസ് ഇതൊക്കെയാണ്. സ്പൈജീലിയ, കാക്ടസ്, കാർബോവേജ്, ചൈന, അതൊരു സാധാരണ ഞാൻ ഇത്രയും മെഡിസിൻസ് ഞാൻ കൊടുക്കാറുണ്ട് ഹാർട്ട് കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടായ ഒരു ഗുണം, പിന്നെ അതിനോടൊപ്പം ഇത് കൊടുത്തു വന്നപ്പോൾ ഇവരുടെ കാലിലും കയ്യിലും ഒക്കെ ഉണ്ടായിരുന്ന വേദനയൊക്കെ മാറി, നീരൊക്കെ മാറി. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു, സാധാരണ നമ്മൾ ഈ സ്പൈജീലിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നീരെല്ലാം കൂടെ കാലിൽ അങ്ങോട്ട് അടിഞ്ഞു കൂടും. അത് ചിലപ്പോൾ അതുവരെ ചിലപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് ഭയന്നു പോകും. കാരണം ഈ മുകളിൽ നിന്നുള്ള നീര് മൊത്തം നേരെ ഡിപ്പെൻഡന്റ് പാർട്സിലോട്ട് പലപ്പോഴും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ മെഡിസിൻ നിർത്തിയിട്ട് പിന്നെ നമ്മൾ തന്നെ പറയണം അവരുടെ അടുത്ത്, മെഡിസിന് ചിലപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പയ്യെ ഇത് കഴിക്കേണ്ട മരുന്നാണ്,
പക്ഷേ അതിൻ്റെ ഡോസേജ് ഒന്ന് വ്യത്യാസപ്പെടുത്തി കഴിക്കാനായിട്ട് നമ്മൾ ഡോസേജ് ക്രമപ്പെടുത്തണം. ചിലപ്പോൾ ഒരു ഡോസ് കൊടുത്താൽ മതിയാകും, 3 ഡോസ് കൊടുത്തുള്ള ഒരു ഡോസായിട്ട് മാറ്റുക. ഈ ഇടയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു അബദ്ധം പറ്റി. ആ അബദ്ധം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഒരു സ്ത്രീക്ക്, ഒരു ടീച്ചറാണ്, ഒരു വലിയൊരു സ്കൂളല്ല കോളേജിലെ ഒരു ലെക്ചറാണ്. ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ബ്രെയിനിന് ഭയങ്കര തലയ്ക്കകത്തൊക്കെ ഭയങ്കര വേദനയും ഇതൊക്കെ ആയത് കാരണം ഞാൻ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് തന്നപ്പോൾ കാണാം ഒരുപാട് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ക്ലോട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ പെട്ടെന്ന് മരുന്ന് വിട്ടുപോയത്, നമ്മുടെ ചീര തുടങ്ങുന്ന മരുന്ന്, സർപ്പത്തിൽ നിൽക്കുന്ന പാമ്പിനെന്ത് അല്ലല്ല സർപ്പത്തിൽ നിന്ന് പാമ്പിൽ നിന്നുള്ള നാജല്ല, സീ തുടങ്ങുന്നത് ക്രോട്ടാലസ് കൊടുത്തു. തന്നപ്പോ ക്രോട്ടാലസ് ആണ് അല്ലല്ലോ, വേറെ മെഡിസിൻ ആണല്ലോ. ഉള്ളല്ലോ, പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴും ഞാൻ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഇത് പാമ്പിന്റെ വിഷത്തിൽ നിന്ന് എടുക്കുന്ന മരുന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിനുശേഷം ഈ കുടുംബം മൊത്തം എൻ്റെ അടുത്ത് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ മനുഷ്യര് ഒറ്റ എണ്ണം എൻ്റെ അടുത്തോട്ട് വരത്തില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഇവര് എന്നെ കാണുമ്പോ മുഖം തിരിച്ചൊരൊറ്റ പോക്കാണ്. നമ്മള് ഈ ചില സമയത്ത് ഇത് ഒരു അബദ്ധം പറ്റിയതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വെളിയിൽ നിന്ന് വരുത്തിയ മെഡിസിനാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞപ്പോ ഇത് ഒരു അബദ്ധമാണ്. നിങ്ങൾ എല്ലാവരും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില സമയത്ത് നമ്മൾ പറയുന്നത് ചില ആൾക്കാർ എടുക്കുന്നത് വേറെ രീതിയിൽ എടുക്കും. അതുകൊണ്ട് ആ വ്യക്തി പോലും അവരുടെ ഫാമിലി സാധാരണ എല്ലാവരും എൻ്റെ അടുത്ത് ചികിത്സിച്ചുകൊണ്ടിരുന്നവരാണ്. ഒറ്റ മനുഷ്യർ ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ അവൻ എൻ്റെ മുഖത്ത് കണ്ടപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും കൂടെ വെട്ടിച്ച് വണ്ടിയും കൊണ്ട് പൊയ്ക്കളഞ്ഞു. അപ്പൊ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലപ്പോൾ നമ്മൾ ആ മെഡിസിന് ശരിക്കും പറഞ്ഞു തന്നാൽ അതിൽ നിന്നാണ് എടുക്കുന്നതെങ്കിലും നമ്മള് പറയാൻ പാടില്ല. നമ്മളിപ്പോ ഉണ്ട് കുഷ്ഠരോഗിയുടെ ഇതിൽ നിന്ന് എടുക്കുന്നതുണ്ട്, പഴുപ്പിന്ന് ഒരുപാട് പാമ്പുകളുടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതെല്ലാം അതിന്റെ മെഡിസിന് ഒരിക്കലും മെഡിസിനിൽ അതിന്റെ പാർട്ടുകളൊന്നും തന്നെ ഇല്ല. 6ാമത്തെ പൊട്ടൻസി കഴിയുമ്പോൾ പോലും അതിന്റെ ഒരു അംശം പോലും അവശേഷിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നമ്മൾ അതിന്റെ പവറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പറഞ്ഞു തന്നാൽ ഇതുപോലെ ചിലപ്പോൾ എടുത്തെന്ന് വരും. ഇനി അടുത്ത നമുക്ക് കിടക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട പാരാസിമ്പത്തറ്റിക്കും നമ്മൾ ഈ സിമ്പത്തറ്റിക് എഫക്റ്റ് വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇപ്പോഴേ ഈ ഇഗ്നേഷ്യൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എഫക്റ്റ് കിട്ടുന്നത്. ഞാൻ ഇതിലോട്ടൊന്ന് മെഡിസിനിലോട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. ചില ഹോമിയോ മെഡിസിൻസ്, Adonis, a heart medicine after rheumatism or influenza. നമ്മൾ ഈ റുമാറ്റിസത്തെ കുറിച്ച് നമ്മുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ അത്ര കൂടുതലായിട്ട് ഒരു പുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ റുമാറ്റിസത്തിന്റെ എഫക്റ്റിനെ കുറിച്ച് മറ്റേ ഇതിന്റെ ഈ കെന്റൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ നോക്കിയിട്ടുള്ള ഓരോ മെഡിസിൻസ് എടുത്ത് വായിച്ചു കേട്ടോ. റുമാറ്റിസം എങ്ങനെയാണ് ഒരു മനുഷ്യനെ എത്രമാത്രം എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം, അത് എങ്ങനെയൊക്കെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലെയും ഉപദ്രവിക്കുന്നു എന്നുള്ള കാര്യം പലപ്പോഴും മറ്റു പുസ്തകങ്ങളിൽ കുറച്ച് അതിന്റെ ഫിസിയോളജിയും പതോളജിയും ഒക്കെ പറയുന്നുണ്ടെങ്കിലും പഴയ പുസ്തകങ്ങളിൽ മാത്രമാണ് നമ്മൾ നോക്കിത്തരുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റുമാറ്റിസം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു സിമ്പിളായിട്ട് പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിന് കാലിൽ വരുന്ന വേദന, അല്ലെങ്കിൽ കയ്യിൽ ചിലപ്പോൾ കൈയുടെ വിരലുകളിൽ വരുന്ന വേദനയൊക്കെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ. എന്നാൽ അങ്ങനെയല്ല. റുമാറ്റിസം ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും എഫക്റ്റ് ചെയ്യാറുണ്ട്. ഓർ ബ്രൈറ്റ്സ് ഡിസീസ്,
ഇത് നമ്മൾ കാണുന്നുണ്ട്. എ ഹാർട്ട് മെഡിസിൻ ആഫ്റ്റർ റുമാറ്റിസം ഓർ ഇൻഫ്ലുവൻസ, അഡോണിസ് പെർസൺ or Bright's disease, where the muscles of the heart are in a stage of fatty degeneration. ഫാറ്റി ഡീജനറേഷൻ ഉണ്ടാകുന്ന സമയത്ത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിസിൻ ആണ്. റെഗുലേറ്റിംഗ് ദ പൾസ് ആൻഡ് ഇൻക്രീസിംഗ് ദ പവർ ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട് വിത്ത് ഇൻക്രീസ്ഡ് യൂറിനറി സെക്രീഷൻസ്. നമ്മൾ ചിലപ്പോൾ മരുന്ന് കൊടുത്തു തീരുമ്പോൾ ഉടൻ യൂറിന് കൂടുതലായിട്ട് പോയി തുടങ്ങും. അതെങ്ങനെയാണ്? ഫാറ്റി ഡീജനറേഷൻ മാറ്റുന്നുണ്ട്. റെഗുലേറ്റിംഗ് ദ പൾസ് ആൻഡ് ഇൻക്രീസിംഗ് ദ പവർ ഓഫ് കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ പവർ പലപ്പോഴും കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഈ മെഡിസിൻ വളരെയേറെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. കുറച്ച് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കൊടുത്തിട്ടുണ്ട്. പൾസ്, വീക്കായിട്ടുള്ള പൾസ്, അതെല്ലാം വ്യത്യാസം വരും. ഹാർട്ടിന്റെ കൺട്രാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടു, കൺട്രാക്ട് ചെയ്യുന്നു ഇല്ലേ? ഏറ്റവും കൺട്രാക്ട് ചെയ്യുന്നു, അത് നേരെ വെൻട്രിക്കിളിലോട്ട് വരുന്നു, വെൻട്രിക്കിളിൽ നിന്ന് നേരെ പുഷ് ചെയ്യുന്നു, പമ്പ് ചെയ്യുന്നു, നേരെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ഫങ്ഷൻസ് പലപ്പോഴും റുമാറ്റിസം വന്നോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വന്നോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ, അതായത് ടോക്സിൻസ്, പലതരം ടോക്സിൻസ് നമുക്കറിയാം. സിഗരറ്റ് സ്മോക്കിംഗ്, പുകവലി, പിന്നെ അതുപോലെ തന്നെ കൊഴുപ്പ്. എങ്ങനെയുള്ള കൊഴുപ്പാ? ചില കട്ടി പിടിക്കുന്ന കൊഴുപ്പിന്റെ കഴിപ്പ്, ചില എണ്ണകൾ ഉപയോഗിക്കുന്നത് എല്ലാം പലപ്പോഴും പല വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫാറ്റി ഡീജനറേഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് മൈട്രൽ വാൽവ്, ബാക്കിയുള്ള നമ്മൾ കാണുന്നുണ്ട് ട്രൈക്കാസ്പിഡ് വാൽവ്സ്, അതെല്ലാം ഹാർഡാകാനായിട്ടുള്ള സാധ്യത ഈ റുമാറ്റിസം ഉള്ള വ്യക്തികൾക്ക് കാണാറുണ്ട്. അതുപോലെ കാൽസിഫിക്കേഷൻ, പിന്നെ അത് കഴിഞ്ഞപ്പോൾ കാൽസിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസ വന്നു തീർന്നാൽ, അതായത് നമ്മൾ പറയുന്ന ഈ വൈറൽ ഫീവർ ഒക്കെ വന്നു തീർന്നാൽ, വൈറൽ ഫീവർ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിലെ ഹാർട്ടിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. റൂമാറ്റിക് ഫീവറും അതുപോലെ തന്നെ ഈ വൈറൽ ഫീവർ കറക്റ്റായിട്ട് നമ്മൾ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് ഹാർട്ടിന് കംപ്ലൈൻറ്റ്സ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ മെഡിസിൻസ് വളരെ ഉപയോഗിക്കാൻ പറ്റും. മോസ്റ്റ് വാല്യുബിൾ ഇൻ കാർഡിയാക് ട്രോപ്സി, നീരുണ്ടാകുക, ഹാർട്ടിന്റെ മസിൽസുകൾക്ക് നീരുണ്ടാകും. ലോ വൈറ്റാലിറ്റി വിത്ത് വീക്ക് ഹാർട്ട് ആൻഡ് സ്ലോ വീക്ക് പൾസ്, ഹൈഡ്രോതൊറാക്സ്, അസൈറ്റിസ്, അനാസാർജ, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. വെള്ളം കെട്ടി നിൽക്കുക, അപ്പോൾ ഇതിന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മൾ കാണുന്നത് ഫാറ്റി ഹാർട്ട്, പെരിക്കാർഡൈറ്റിസ്, റുമാറ്റിക് എൻഡോകാർഡൈറ്റിസ്, കാൽമിയക്കുണ്ട്, പ്രിക്കോർഡിയൽ പെയിൻ, പാൽപിറ്റേഷൻ ആൻഡ് ഡിസ്നിയ. മാർട്ട് വീനസ് എൻഗോജ്മെന്റ്. ചില പദങ്ങൾ നമ്മൾ വീനസ് എൻഗോജ്മെന്റ് നമ്മൾ ചുമ്മാ അങ്ങ് വായിച്ചു പോകരുത്. വീനസ് എൻഗോജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിനുകളെല്ലാം നീരടിക്കുന്ന ഒരവസ്ഥ. ചിലപ്പോൾ ഭയങ്കര വേദന, കൈവേദന, കാലുവേദന എന്നൊക്കെ പറയുന്നുണ്ട്. വെയിൻ സാധാരണ ബ്ലഡ് വെസൽസിന്റെ നീരടിക്കുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം. മാർട്ട് വീനസ് എൻഗോജ്മെന്റ്, കാർഡിയാക് ആസ്മ. ചില വ്യക്തികൾ നമ്മൾ കാണുന്നുണ്ട്. ഈ കാർഡിയാക് ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു രോഗമാണ്. പല വ്യക്തികളും ശ്വാസം മുട്ടെന്നും പറഞ്ഞിട്ട് ഡെറിഫിലിൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അലോപ്പതിക്കാർ കൊടുക്കുന്നുണ്ട്. നമ്മളും പലപ്പോഴും ആസ്മ എന്ന് പറഞ്ഞ കാർഡിയാക് ആസ്മയും ബ്രോങ്കിയൽ ആസ്മയും തമ്മിൽ പലപ്പോഴും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. ഇടയ്ക്ക് ഒരു പേഷ്യന്റ് രാത്രിയാണ് വിളിച്ചിട്ട് ഭർത്താവ് വിളിച്ചിട്ട് പറഞ്ഞു ഭാര്യയ്ക്ക് ഭയങ്കര ശ്വാസം മുട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടൻ ഞാൻ പറഞ്ഞു നല്ല മഴ പെയ്യാണ്, ഞാൻ പറഞ്ഞു ഉടൻ വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു കഫമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് വരാൻ പറഞ്ഞു. പെട്ടെന്ന് വന്ന് ഒരു 10 മിനിറ്റിനകത്ത് എത്തിത്തീർന്നപ്പോൾ അവര് ആശ്വസിക്കുന്നത് എന്താണെന്നറിയോ? കഫമൊന്നുമില്ല ഡോക്ടറെ, ചുമയേ ഉള്ളൂ, പക്ഷെ ശ്വാസം മുട്ടുന്നുണ്ട്. അവര് വലിയ ആശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് കഫമൊന്നുമില്ല, പക്ഷെ ഇതാണ് അപകടം. ഇത് അപകടം പിടിച്ച ഇതാണ്. അത് കാർഡിയാക് ഒറിജിനാണ്. ഈ പെണ്ണ് ഇടയ്ക്കിടയ്ക്ക് മുമ്പ് തല ഇറങ്ങി പെട്ടെന്ന് നിപ്പിന് അങ്ങ് വീഴുമായിരുന്നു.
പെട്ടെന്ന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് അങ്ങ് വീണു. ആ ഒരു 3-4 പ്രാവശ്യം ആവർത്തിച്ചായിരുന്നു. ആവർത്തിച്ചു തീർന്നതിന് ശേഷം ഞാൻ ഹാർട്ടിനുള്ള ഹാർട്ട് മെഡിസിൻസ് കൊടുത്തു തീർന്നപ്പോൾ ആ കണ്ടീഷൻസ് പിന്നെ ഒരുപാട് കാലമായിട്ട് മാറി നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ സമയത്ത് ഈ ഭർത്താവ് വന്ന ഉടൻ, ഭർത്താവ് വളരെ നിസ്സാരമായിട്ട് ലാഘവത്തോടു കൂടിയാണ് വന്നത്. പക്ഷെ ഞാൻ ഉടൻ തന്നെ മരുന്ന് കൊടുത്തിട്ട് പറഞ്ഞ് ആ മഴയത്ത് തന്നെ പോകാൻ പറഞ്ഞു. പുള്ളി ആ മഴയത്ത് തന്നെ പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത്തിരി പ്രശ്നമാണ്, നിങ്ങൾ ഓടിപ്പോകാൻ പറഞ്ഞു. ഓടിപ്പോയി പിന്നെ മരുന്നൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. രാത്രി ഒരു 12 മണിയായപ്പോൾ വിളിച്ചു. ഭയങ്കരമായിട്ടുള്ള ശ്വാസം മുട്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു മരുന്ന് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തു തന്നതിന് ശേഷം പിന്നെ ആസ്പിഡോസ്പെർമയും ഞാൻ കൊടുത്തിരുന്നു. അത് ഞാൻ അടുപ്പിച്ച് കൊടുക്കാൻ പറഞ്ഞു. അതും കഴിച്ചു തന്നപ്പോൾ ക്ലിയറായി 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ വന്നു. അപ്പം ഞാൻ പറയാൻ കാരണം കാർഡിയക് ആസ്മ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലരും നമ്മൾ ഏതെങ്കിലും പേഷ്യൻസ് വരുമ്പോഴും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് പലപ്പോഴും ശ്വാസം മുട്ടിന് കൊടുക്കുന്നത് പലപ്പോഴും ലങ്സിനായിരിക്കും. അത് അങ്ങനെയല്ല. ഈ സമയത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇതുപോലെ ശ്വാസം മുട്ടുണ്ടാക്കുന്ന വേറൊരു പ്രശ്നം, നമ്മൾ ലങ്സ് നോക്കും, ഹാർട്ട് നോക്കും, എല്ലാം ചെക്ക് ചെയ്യും, പക്ഷെ ഒന്നും കാണില്ല. പക്ഷെ മൂക്കിൽ 2 നേസൽ പോളിപ്പ് വന്നാണ്, അവന് ശ്വാസം കിട്ടിയിട്ടില്ല. അത് ചികിത്സിച്ചാൽ ശ്വാസം മുട്ട് കുറയും. മൂക്കില് നേസൽ പോളിപ്പ് ഇത്തിരി വലുതായി തീരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് എയർ ഇൻടേക്ക് വളരെയേറെ കുറയും. മൂക്കില് ആ നേസൽ പോളിപ്പിനെ ചികിത്സിച്ച് അത് ചെറുതാക്കി തീർന്നാൽ ശ്വാസം മുട്ടെല്ലാം മാറും. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. മൂക്ക് പിടിച്ച് ചെക്ക് ചെയ്ത് നോക്കി തന്നാലേ ചിലപ്പോൾ അറിയാൻ പറ്റുള്ളൂ. മൂക്കിൽ കൂടെ ഒരു മൂക്ക് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കും, ചിലപ്പോൾ ഒരു മൂക്ക് പലപ്പോഴും പാർഷ്യലായിട്ട് മാത്രമേ എയർ കിട്ടുന്നുണ്ടാവൂ. ചില ആൾക്കാർ മൂക്ക് 2ഉം അടഞ്ഞിരിക്കും, വായിക്കൂടെയാണ് ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ പലപ്പോഴും ക്രോണിക് ഡിസീസുകളിൽ വരുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ചില മെഡിസിൻസ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടും. എന്നിട്ട് നമ്മൾ ഇത് കാണുന്നുണ്ട്: ഫാറ്റി ഹാർട്ട്, മയോകാർഡൈറ്റിസ്, ഇറഗുലർ കാർഡിയക് ആക്ഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് വെർട്ടിഗോ, പൾസ് റാപ്പിഡ് ഇറഗുലർ. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടം നമ്മൾ നോക്കാം. ഒരു മെഡിസിൻ കൂടെ നോക്കിയിട്ട് നമുക്ക് തിരിച്ചു പോവാം. പിന്നെ ഉള്ളത് നാട്രമൂർ ആണ്. നമ്മൾ പലപ്പോഴും ഒരു രീതിയുണ്ട്, ആൾക്കാരെ മൊത്തം ഉപ്പ് കഴിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. BP കേട്ട് വരുന്ന ഉടൻ ഉപ്പ് കഴിക്കരുതെന്ന് പറയും. ഉപ്പ് കഴിക്കാതിരുന്നാൽ ഒരുപാട് രോഗങ്ങളുണ്ടാകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ചിലർ ഇങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഒറ്റയടിക്ക് ചില ഡോക്ടേഴ്സ് അങ്ങ് പ്രഖ്യാപിക്കണം, ഉപ്പും പഞ്ചസാരയും ഇത് രണ്ടും വിഷമാണ്. പലപ്പോഴും ഈ കൊച്ചുകുട്ടികൾ ഇത് കേട്ട് വരുന്നത്, ചില കുട്ടികൾ അതങ്ങനെ അങ്ങ് ഹൃദയത്തിലെടുക്കും. ഓരോരുത്തർ എങ്ങനെ എടുക്കുന്നു എന്നുള്ള പറയാൻ പറ്റത്തില്ല. ചിലവരെടുക്കുന്ന ഭയങ്കരമായിട്ട് അങ്ങ് സീരിയസ് ആയിട്ട് അങ്ങ് എടുക്കും. ഇപ്പൊ മുമ്പ് ഇടക്കാലത്ത് ഇങ്ങനെ ഒരു പറച്ചിലുണ്ടാണ്, മുട്ടയുടെ മഞ്ഞക്കരു ഭയങ്കര പ്രശ്നമാണ്, അതാണ് ദോഷം. അതോടെ എനിക്ക് തന്നെ അറിയാം, പല ചെറുപ്പക്കാരും മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കത്തില്ല. എന്നാൽ എനിക്ക് മഞ്ഞക്കരുവാണ് ഇഷ്ടം, ആകെ രുചിയുള്ള മഞ്ഞക്കരുവാണ്. ഇപ്പോഴും നേരെ തിരിച്ചു പറയണം, മുട്ടയുടെ മഞ്ഞക്കരു നല്ലതാണ്. ഇപ്പൊ ഇതുപോലെ ആയിരുന്നു മുമ്പ്. വെളിച്ചെണ്ണ ഭയങ്കര അപകടമാണ്. അങ്ങനെ നാട്ടുകാരെല്ലാം പാം ഓയിൽ കഴിക്കാൻ തുടങ്ങി. നമ്മുടെ വെളിച്ചെണ്ണ നോർത്ത് ഇന്ത്യൻസ് കൊണ്ട് എണ്ണയാക്കി കുപ്പിയിൽ അടച്ചിങ്ങ് വന്നപ്പോൾ കാണാം ചെറിയ കുപ്പിക്കൊക്കെ ഭയങ്കര വില. ഇപ്പൊ എല്ലാം ഏകദേശം 500 രൂപയായി. വെളിച്ചെണ്ണയുടെ വില 500 രൂപയായി. ഇപ്പോഴും വെളിച്ചെണ്ണ കാണുന്നത് തന്നെ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ഇതൊക്കെ തെങ്ങുകളെല്ലാം വെട്ടിമുറിച്ച് എല്ലായിടത്തും വെട്ടിമുറിക്കുന്നത് എന്തോ, ഈ തെങ്ങൊക്കെ മുറിച്ച് കളയുന്നത് എന്തോ വലിയ ആനക്കാര്യം പോലെയാണ് ചെയ്യുന്നത്. ഒരു വീട് വയ്ക്കാൻ വേണ്ടി എല്ലാ സ്ഥലവും വെട്ടിമുറിച്ച് അവസാനം ഇപ്പോഴിതാ വെളിച്ചെണ്ണയ്ക്ക് 500 ഇനി അത് 1000 ആവും, 2000 ആവും, 3000 രൂപയാവും. അപ്പൊ എണ്ണയൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റുള്ളൂ. ഏതെങ്കിലും ഭാഗത്ത് ഒരു മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന പോലെ നോക്കി കാണാനേ പറ്റത്തുള്ളൂ. കാരണം ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളതും. ഇപ്പോഴാണെങ്കിൽ ശരിക്കും അമേരിക്കയിലെ ഒരു സ്ഥലം ഇങ്ങനെ കാണിച്ചു, അവര് ഭയങ്കര കൃഷി തുടങ്ങിയിരിക്കുന്നു വെളിച്ചെണ്ണ. അവര് പറയുന്നത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു എണ്ണ ഇല്ലെന്നാണ്. ആന്റിബയോട്ടിക് ആയിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റുന്നു. ആന്റിബയോട്ടിക്കിന്റെ ശരിക്കും ഒരുപാട് ഉപയോഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് വെളിച്ചെണ്ണ മൂലമുള്ള വെളിച്ചെണ്ണയുടെ ഉപയോഗത്തെ കുറിച്ച്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നാട്രമൂർ
നാട്രമോർ, അതിൻ്റെ ഹാർട്ട്. ടാക്കിക്കാർഡിയ, ഭയങ്കര അടിപ്പ്. സെൻസേഷൻ ഓഫ് കോൾഡ്നെസ് ഓഫ് ഹാർട്ട്. ഹാർട്ട് ആൻഡ് ചെസ്റ്റ് ഫീൽ കൺസ്ട്രിക്റ്റഡ്. ഫ്ലട്ടറിങ്, palpitating, intermittent pulse. Heart pulsations make body shake. Intermits on lying down. അപ്പൊ ഉപ്പ് മര്യാദയ്ക്ക് കഴിക്കുക, ഉപ്പ് കഴിക്കാതിരിക്കരുത്. അപ്പൊ ഉപ്പ് ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള സോൾട്ടാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്ന സോൾട്ടും ആണ് ഉപ്പ്. അപ്പൊ ഉപ്പിന്റെ മെയിൻ്റനൻസ് പലപ്പോഴും നമുക്ക് അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മളത് കാണുന്നില്ല. ഇനി നമുക്ക് പഴയലോട്ട് പോവാം. ഇത്രയും റെഗുലേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹാർട്ടിന്റെ നിയന്ത്രണം, ന്യൂറൽ കൺട്രോൾ ഡ്യൂറിങ് എക്സസൈസ്, ന്യൂറൽ കൺട്രോൾ റിസപ്റ്റേഴ്സ്, ഹ്യൂമർ റിസപ്റ്റേഴ്സ്, baroreceptors, proprioceptors, sympathetic nervous system, cardiac control center, parasympathetic nervous system, accelerator nerve, SA node, vagus nerve. ഇത്രയും നെർവസ് ആക്ഷൻസ് വരുന്നു. ഇനി നമുക്ക് ഒരു ഭാഗത്തോട്ട് പോവാം. ഹൃദയത്തെ എഫക്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കുക. ഈ നെർവ്സിൽ നിന്നെല്ലാം കണക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം സെർവിക്കൽ നെർവസ് സിസ്റ്റം, അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഹൃദയത്തിന് പല വിധത്തിൽ അതിനെ എഫക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അതിനിടയിൽ കെമിക്കൽസ് ഉണ്ട്. സിമ്പതറ്റിക് സ്റ്റിമുലേഷൻ ഇൻക്രീസസ് കോൺട്രാക്ടിലിറ്റി, ഫ്രീക്വൻസി, കണ്ടക്ഷൻ, വെലോസിറ്റി, ഇറിറ്റബിലിറ്റി. ഇങ്ങനെ നമ്മൾ അയോട്ടിക് ബാരോസെപ്റ്റർ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബ്രെയിൻ മുതൽ ഓരോരുത്തർ അഫറന്റ് നോട്ട്സ്, വാഗൽ മോട്ടോർ നെർവ്, സിമ്പതറ്റിക് വെസൽസിനെ എല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട്. അഡ്രിനാലിന് ഒരു ഭാഗത്തുനിന്ന് അഡ്രിനാലിന് എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിന് പല ഭാഗത്തു നിന്നും എഫക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് ഇവിടെയൊക്കെയാണ് ജെൽസിമിയം നമുക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ജെൽസിമിയവും പിന്നെ ഏതാ ഡിജിറ്റാലിസ്, കാക്ടസ്, പിന്നെ അക്കണൈറ്റ് മറക്കരുത്, ആഴ്സനിക് ആൽബം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഏതിനും ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹാർട്ടിന് 2 രീതിയിലാണ് നമ്മൾ. ഷോർട്ട് ടേം ഉണ്ട്, ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ പലപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ പ്രഷറിനെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്ന, പ്രഷറിന് ഏറ്റവും കൂടുതൽ പ്രഷർ വരുന്നതിന്റെ വ്യത്യാസം വരുന്നത് ഹാർട്ടിന്റെ ഫങ്ഷനിലൂടെയാണ്. അതിൽ തന്നെ ഷോർട്ട് ടേം ഉണ്ട്, ഷോർട്ട് ടേം പ്രഷർ വരുന്നതുണ്ട്. അതുപോലെ തന്നെ ലോങ് ടേം പ്രോബ്ലംസ് വരുന്നുണ്ട്. ഈ ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പതറ്റിക് ആക്ടിവേഷൻ, അഡ്രിനൽ ഗ്ലാൻഡ്സ് റിലീസ്, എപ്പിനെഫ്രൈൻ, നോറെപ്പിനെഫ്രൈൻ, ഈ 3 ഹോർമോൺസ് പ്രധാനമായിട്ട് ഷോർട്ട് ടേം ആയിട്ടുള്ള നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു നോക്കി. ചില ആൾക്കാർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? പെട്ടെന്ന് ഹോട്ടലിൽ പോയിരുന്നു പറഞ്ഞാൽ ആഹാരം കിട്ടാത്തതിന് ദേഷ്യം വരും, വെള്ളം കിട്ടാത്തതിന് ദേഷ്യം വരും, തുണി വയ്ക്കാത്തതിന് ദേഷ്യം വരും. അങ്ങനെ ദേഷ്യം വരുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ ചില ആൾക്കാരുണ്ട് എന്ത് പറഞ്ഞാലും കുരുക്കമില്ലാത്ത ആൾക്കാർ, ദേഷ്യമൊന്നും അങ്ങനെ പുറമേക്ക് കാണിക്കാത്ത ആൾക്കാർ. മറ്റാൾക്കാർ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരുമുണ്ട്, പൊട്ടിത്തെറിക്കാത്ത ആൾക്കാരുണ്ട്. കാരണം ഈ പൊട്ടിത്തെറിക്കുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയും. സൈക്കോളജിയിൽ പറയുന്ന ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്ന് പറയും. മറ്റൊരു ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്നും പറയും. ഈ ടൈപ്പ് എ പേഴ്സണാലിറ്റി പലപ്പോഴും നമ്മൾ വിചാരിക്കും അവരെപ്പോഴും ചൂടാകുന്നതുകൊണ്ട് അവരുടെ ഹൃദയം പെട്ടെന്ന് പൊട്ടുമെന്ന് വിചാരിക്കും. അവരുടെ ഹൃദയം പെട്ടെന്ന് പൊട്ടത്തില്ല. പൊട്ടുന്നത് പലപ്പോഴും
ശാന്തമായിരിക്കുന്ന വ്യക്തികൾ ഇതെല്ലാം ഇങ്ങനെ സംഗ്രഹിച്ചു വയ്ക്കും. ഒരിക്കലും ഒരു മനുഷ്യനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഭയങ്കര വിഷമം പറഞ്ഞു. ആ മനുഷ്യനെ ഒരുപാട് വർഷം കൊണ്ട് സ്വാധീനിക്കുന്ന എന്തോ ഒരു വിഷമം എന്താണെന്നുള്ള എനിക്ക് ഓർമ്മയില്ല, നിസ്സാര കാര്യമാണ്. ആരോ ഒന്ന് ആക്ഷേപിച്ചു. പക്ഷെ ഇയാൾ വർഷക്കണക്കിന് 10-14 വർഷം മുമ്പ് എന്താണ് നടന്ന സംഭവമാണ്. വർഷക്കണക്കിനായിട്ട് ഇത് അയാളെ വേട്ടയാടുന്ന ഒരു പ്രശ്നമായിട്ട് അയാൾ എല്ലാവരുടെ പറയുന്ന ഒരു വിഷമമായിട്ട് മാറും. ആ വ്യക്തികളെ നമ്മൾ നോക്കുക, അവർക്കൊക്കെ ആണെങ്കിൽ വിഷമം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ട്. എന്നാൽ നമ്മൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ നോക്ക്, അടി കിട്ടും. നമ്മുടെ വേണുഗോപാൽ സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് എടുക്കുന്നത്. അവര് എന്തുമാത്രം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അവര് അതിനെല്ലാം ഇങ്ങനെ അടികൊണ്ട് പോകും. ഈ ഇടക്കാലത്ത് നമ്മൾ അന്തരിച്ച സഖാവ് അച്യുതാനന്ദനുണ്ട്, അതിനു മുമ്പ് മരിച്ച ഗൗരിയമ്മയുണ്ട്. ഇവർ രണ്ടുപേർക്കും ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുള്ളതാണ്. പോലീസുകാരായത് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ 102-103 വർഷം ജീവിച്ചു. എന്നാൽ ഓരോ അടി പോലും കിട്ടാത്ത പല ആൾക്കാരും വളരെ പെട്ടെന്ന് തന്നെ മരിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇല്ലേ? ആത്മഹത്യ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിനായിട്ട് വരുന്ന കാരണങ്ങൾ ഈ ഇടയ്ക്ക് ഈ സന്തോഷ് ജോർജ് കുളങ്ങര അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, സഞ്ചാരിയൊക്കെ നടത്തുന്ന വ്യക്തി, പുള്ളി പറയുകയുണ്ടായി, ഇന്ന് കേരളത്തിൽ ഒരു മനുഷ്യനും പട്ടിണി മൂലം മരിക്കില്ല, ഉറപ്പാണ്. കാരണം ഒരു മനുഷ്യന് ആഹാരമില്ല എന്ന് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെ ആഹാരം ആരെങ്കിലും എത്തിച്ചിരിക്കും. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ആഹാരം, വെള്ളം, ഇങ്ങനെയുള്ള നമ്മുടെ ബേസിക് നീഡ്സ് ആണ്, അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളാണ്. പട്ടിണി കിടന്ന് പണ്ടൊക്കെ മരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് പണ്ട് പട്ടിണി കിടന്ന ആൾക്കാർ മരിച്ചു, ഇന്ന് പട്ടിണി കിടന്ന ആൾക്കാർ മരിക്കുന്നില്ല? പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പട്ടിണി മരണം, വെള്ളപ്പൊക്കം വന്നു കിടന്നപ്പോൾ മരിച്ചു. ഇന്നാണെങ്കിൽ ഉടൻ നമ്മൾ ന്യൂസ് അറിയുന്നുണ്ട്, ഇന്ന ഭാഗത്ത് സാധനമില്ല. ന്യൂസ് അങ്ങ് പരക്കുകയാണ്, എല്ലായിടത്തും പരക്കുകയാണ്, ലോകത്തിന്റെ നാനാഭാഗത്തോട്ടും പരക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മൊത്തം അങ്ങ് പരക്കുകയാണ്. അതുകൊണ്ട് ഇന്നടുത്ത് സാധനം ഇല്ലാത്തടത്ത് സാധനം എത്തിക്കുന്നുണ്ട്. പണ്ട് ഇങ്ങനെ ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ടാണ് പല ആൾക്കാരും മരിച്ചുപോയത്. അപ്പോൾ മീഡിയ പലപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീഡിയയുടെ വളർച്ച കൊണ്ടാണ്, ഈ വിഷ്വൽ മീഡിയയുടെ വളർച്ച കൊണ്ടാണ് ഇന്ന് പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക, ഷോർട്ട് ടേം ആയിട്ട് BP കൂടുന്നതിൻ്റെ കാരണങ്ങൾ സിമ്പതറ്റിക് ആക്ടിവേഷൻ വന്നിട്ട് അഡ്രിനൽ ഗ്ലാൻഡിന്റെ റിലീസ്, എപ്പിനെഫ്രിന്റെ റിലീസ്, നോർ എപ്പിനെഫ്രിന്റെ റിലീസ്, ഇതെല്ലാം കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും, ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പമ്പിങ് കൂട്ടും, പെരിഫറൽ വാസോ കൺസ്ട്രിക്ഷൻ, ഈ അതായത് നെർവ്സ്, ബ്ലഡ് വെസൽസ് ഒക്കെ കൺട്രാക്ട് ചെയ്ത് നേരെ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടത്തിവിടും. അങ്ങനെ നമ്മുടെ ശരീരം ഒരു ഭാഗത്ത് നോർമലൈസ് ചെയ്യും. പിന്നെ ഡിക്രീസ്ഡ് ബ്ലഡ് പ്രഷർ ആൻഡ് ഓർ വോളിയം. ഇനി അടുത്ത ലോങ് ടേം ആയിട്ട് വരുന്നത് പ്രശ്നങ്ങൾ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഡ്നീസ് പ്രൊഡ്യൂസ് റെനിൻ, എർത്രോപിയോട്ടിൻ, ആൻജിയോടെൻസിൻ, antidiuretic hormone release, aldosterone secreted, thirst stimulated, increased red blood cell formation, blood volume. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഷോർട്ട് ടേം ആയിട്ട് വരുന്നതും ലോങ് ടേം ആയിട്ട് വരുന്ന ഹോർമോൺസ് ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷോർട്ട് ടേം ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചില BP നമ്മൾ ചികിത്സിച്ചാലും കുറയാത്ത BP ഉണ്ട്. ആ BPയുടെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലോങ് ടേം ഹോർമോൺസിന്റെ ഉത്പാദനത്തിൽ അല്ലെങ്കിൽ കിഡ്നി വഴിയുള്ള പ്രൊഡക്ഷനിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. അതാണ് നമ്മൾ ചിലപ്പോൾ ചില BP ഒന്നും ചികിത്സിച്ചു തന്നാലും കുറയത്തില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചികിത്സിക്കുന്ന രീതിയുടെ പൊസിഷൻ ഒന്ന് മാറ്റേണ്ടതായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ മറ്റൊരു ഭാഗം കാണുന്നത് ഹോർമോണൽ കൺട്രോൾ. ഇത് കണ്ടു.
ഇനി വരുന്നത് വേറെ പ്രശ്നങ്ങൾ. നമ്മുടെ ഹാർട്ട് ഹാസ് 4 valves that controls the direction of blood flow through the heart. The valves are flaps that open and close with each heartbeat. As your heart pumps blood, 4 valves open and close to make sure blood flows in the correct direction. As they open and close, they make 2 sounds that create the sounds of heartbeat. The 4 valves are the aortic valve, mitral valve, pulmonary valve, and tricuspid valve. The heart murmur is often the first sign of heart valve problem. ഹാർട്ട് വാൽവ്സിനുണ്ടാകുന്ന പ്രോബ്ലംസിന് ആദ്യം നമ്മൾ കാണുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ എന്താണ്? എക്സ്ട്രാ സൗണ്ട്സ്, എക്ടോപിക് ബീറ്റ്സ് കേട്ടു തുടങ്ങും. ഇതിലും വേറൊരു കാര്യമുള്ളത്, ഹാർട്ടിന് വരുന്ന ഒരു വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹാർട്ട് വലുതാവും. ഹാർട്ട് വലുതാകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു, വാൽവുകളിൽ കൂടെ ബ്ലഡ് പോകുന്നുണ്ട്. പക്ഷേ ബ്ലഡ് പലപ്പോഴും തിരിച്ചു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കിടക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഹാർട്ടിന്റെ വലിപ്പം കൂടും. ഹാർട്ടിന്റെ വലിപ്പം കൂടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ശരിക്കും ഹാർട്ടിന്റെ വലിപ്പം കൂടുമ്പോഴും സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഈ നമ്മുടെ കേജ്, നമ്മുടെ ചെസ്റ്റ് കേജിനൊരു വലിപ്പമാണ്. ആ വലിപ്പത്തെക്കാളും കൂടുതലായിത്തീരുമ്പോഴും മൊത്തത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സൈസ് ഉണ്ട്. ആ സൈസിനെക്കാളും നമ്മൾ ഇപ്പോൾ ഹാർട്ടിന്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ എങ്കിൽ അത് വലുതായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലങ്സിനെല്ലാം തള്ളും, ഡയഫ്രത്തെ തള്ളും. അപ്പോൾ എല്ലാ ഭാഗത്തിനും തള്ളുന്ന നടുക്കിരിക്കുന്ന പാർട്ടായതുകൊണ്ട് മീഡിയോസ്റ്റൈനൽ പ്രഷർ കൂടും. ആ ഏരിയയിലുള്ള പ്രഷർ കൂടുന്ന സമയത്ത് ബാക്കിയുള്ള ഇതെല്ലാം തള്ളും. അപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിരുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് ദിവസം അവർ കഴിയുന്ന ഉടൻ പറയുന്നുണ്ട്, ഇത് കഴിച്ചു വന്നപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടി, ഇപ്പോൾ ഒരു മൊത്തത്തിലൊരു വലിയ ഞെരുക്കമൊന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞു തന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഹാർട്ടിന്റെ സൈസ് കുറഞ്ഞു, ചെറുതായി. ഈ വലുതായി തീർന്നാൽ മസിൽസിന്റെ കട്ടി കുറയും. ഹാർട്ട് മസിൽസിന്റെ അതിന്റെ കട്ടി ഇങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഇതെല്ലാം വലിയാൻ തുടങ്ങും. ബ്ലഡ് വെസൽസ് എല്ലാം വലിയാൻ തുടങ്ങും. കൊറോണറി വെസൽസ് എല്ലാം വലിയാനായിട്ട് തുടങ്ങും. ഇല്ലേ? ഇപ്പോൾ 5 സെന്റിമീറ്റർ നീളമുള്ള കൊറോണറി വെസൽസ് അറിയാല്ലേ? ഹാർട്ടിന് മസിൽസിനെല്ലാം ബ്ലഡ് കൊടുക്കുന്നത് കൊറോണറി വെസൽസ് ആണ്. ഈ കൊറോണറി വെസൽസിന്റെ ഇപ്പൊ 5 സെന്റിമീറ്റർ ആണ് ഉള്ളതെങ്കിൽ അതൊരു 7 സെന്റിമീറ്റർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ബ്ലഡ് വെസൽ വലിയുന്ന സമയത്ത് ബ്ലഡ് വെസലിലെല്ലാം വേദന ഉണ്ടാകും. അതിനകത്ത് തന്നെ ചിലപ്പോൾ നീരും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ കാണാൻ കഴിയുന്ന പ്രശ്നങ്ങൾ. ഇനി നമുക്ക് which valve is important in heart? The pulmonary valve prevents the blood from going backward from the pulmonary artery to the right ventricle. Mitral valve. This valve has 2 leaflets. They allow blood to flow from your left atrium to your left ventricle, and they prevent backward flow from the left ventricle to the left atrium. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ സാധാരണ വാൽവിനെ പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട വാൽവ് എന്ന് പറഞ്ഞാൽ മൈട്രൽ വാൽവാണ്. മൈട്രൽ വാൽവിലാണ് പലപ്പോഴും റീകറിറ്റേഷൻ ഒക്കെ ഉണ്ടാവുകയും ഹാർട്ടിന് നീര് അടിക്കാനും ഈ ബ്ലഡിന്റെ കണ്ടന്റ് ഒരുപാട് കൂടാനും, പിന്നെ അതുപോലെ തന്നെ അയോട്ടിക് വാൽവിനും പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ബ്ലഡ് കുറേ അങ്ങ് നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ഈസ്ട്രജനെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്റ്റഡി സജസ്റ്റ് ദാറ്റ് ഈസ്ട്രജൻ may have a protective effect on the heart by influencing blood vessel health and reducing the risk of cardiovascular disease. അപ്പൊ ഈസ്ട്രജൻ കൂടിയാൽ ഗുണമുണ്ട്. സ്റ്റഡി സജസ്റ്റ് ദാറ്റ് ഈസ്ട്രജൻ may have a protective effect on the heart. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ട് ബൈ ഇൻഫ്ലുവൻസിങ് ബ്ലഡ് വെസൽ health and reducing the risk of cardiovascular disease. Now, hormones influence the heart. Receptor binding. Hormones bind to specific receptors on cardiac muscle cells, triggering intracellular signaling
കാസ്കേഡ് സർജറി ടു ചേഞ്ച് ഇൻ ദ ഹാർട്ട് ഫങ്ഷൻ. അപ്പൊ ഇതൊക്കെ ആണ് ഇന്ന് പറയാനുള്ളത്. അപ്പൊ ഈസ്ട്രജൻ ഒക്കെ കൂട്ടുക. സ്ത്രീക്ക് പൊതുവെ നമ്മൾ നോക്കി തന്നാൽ കൂടുതലും ആർക്കാണ് കൂടുതൽ അസുഖം? സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ ഹാർട്ട്? പുരുഷന്മാർക്കല്ലേ ആണ്. കാരണം എന്താണ്? സ്ത്രീകൾ പലപ്പോഴും താങ്ങി 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 അവര് ഒരു പരുവാണ്. പണ്ട് ഒരിക്കൽ ഒരു ജോലിസെറ്റ് അടുത്ത് ഒരാൾ ചെന്നിട്ട് പറഞ്ഞ ഈ എങ്ങനെ ഉണ്ട് എൻ്റെ സ്ഥിതിയൊക്കെ എങ്ങനെ നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ജോത്സ്യം പറഞ്ഞു 35 വയസ്സ് വരെ കഷ്ടകാലമാണ്, ക്ലേശങ്ങളാണ്. അപ്പൊ ഇയാൾ ചോദിച്ചു 35 വയസ്സ് കഴിഞ്ഞാലോ? പിന്നെ അതൊക്കെ ഒരു ശീലമാകും. പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് തന്നെ അതൊരു ശീലമായി തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം ഉൾക്കൊള്ളാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ മാനേജ് ചെയ്തത്. എല്ലാവരും ആദ്യകാലത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഏതാനും മാസങ്ങൾക്കോ അല്ലെങ്കിൽ വർഷത്തിന് മുമ്പ് എല്ലാവരും കോവിഡ് എന്ന് പറഞ്ഞു കണ്ട റോഡുകളെല്ലാം അടച്ചിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്നൊന്ന് ചിന്തിച്ചു നോക്കി. റോഡിൽ എല്ലായിടത്തും 1 കിലോമീറ്ററിന് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പോകുന്നിടത്തെല്ലാം പോലീസ് കാണും. വീട്ടിനകത്തിരിക്കുന്നവരൊന്നും അറിഞ്ഞില്ല. വെളിയിൽ പോകുന്നവരാണോ നോക്കി തന്നാലും ഒരു സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, അത് ഹോമിയോക്കാർക്ക് മാത്രമേ പ്രശ്നമില്ലാത്തത്. കാരണം എന്താണെന്നറിയോ? ഹോമിയോ മരുന്ന് നമുക്ക് ഉള്ള മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആൽക്കഹോൾ കുറെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടൻറ്റൈസ് ചെയ്യാനായിട്ട് പറ്റും, മെഡിസിൻസ് ഉപയോഗിക്കാൻ പറ്റും. മറ്റതുപോലെ നമുക്ക് എല്ലാ മരുന്നുകളും തന്നെ നമുക്ക് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കാനായിട്ട് കഴിയും. ഒരു ഡോക്ടറിന് വിചാരിച്ചു തന്നാൽ നമ്മുടെ പൊട്ടൻറ്റൈസേഷൻ പ്രോസസ്സ് ഉള്ളത് കൊണ്ട് ഹോമിയോ ഡോക്ടേഴ്സിന് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. കോവിഡ് എന്ന് പറയുന്നത് വന്നു നിന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം അങ്ങ് ആയിരുന്നു. ലോകം മൊത്തം അടച്ചു. പക്ഷെ അതെല്ലാം ഇന്ന് ആലോചിക്കുമ്പോൾ അന്നത്തെ പഴയ ചില രംഗങ്ങളൊക്കെ ചിലപ്പോൾ വീഡിയോയിലൊക്കെ കാണിക്കാറുണ്ട്. ആൾക്കാരെ ഓട്ടിച്ചിട്ട് പിടിക്കുന്നതും അവന്റെ റൂട്ട് മാപ്പൊക്കെ തയ്യാറാക്കുന്നതും ഒരാളെ കയറൊക്കെ കിട്ടി വലയൊക്കെ ഇട്ട് പിടിച്ച് അയാൾ കോവിഡ് ഉണ്ടെന്നൊരു സംശയം, കോവിഡുകാരനുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഇവിടെ കാട്ടിക്കൂട്ടിയത്. അപ്പൊ ഇത്ര നിയന്ത്രണങ്ങളില്ലായിരുന്നല്ലേ? ഇല്ലല്ല, കോവിഡ് എല്ലാവരും മരിച്ചു പോകുന്നല്ലേ പറഞ്ഞു. എങ്ങനെ രക്ഷപ്പെട്ടത്? ഇറ്റലിയിൽ ആദ്യം കൊന്ന് ഒരുപാടെണ്ണം മരിച്ചു വീഴുകയല്ലായിരുന്നു. അവസാനം എങ്ങനെയാണ്? ക്യൂബ എന്ന് വന്ന ഡോക്ടർമാര് പ്രിവെൻഗോ വിർ എന്ന് പറയുന്ന ഹോമിയോ മരുന്നാണ്. അത് പ്രിവെൻഗോ വിർ എന്ന് പറയുന്നത് നമ്മുടെ കുറെ കോമ്പിനേഷനാണ്. അത് കൊടുത്തിട്ടാണ് 2-3 മാസം കൊണ്ട് കൺട്രോൾ ചെയ്തില്ലേ ഇറ്റലിയില്. പ്രിവെൻഗോ വിർ അടിച്ചു നോക്കിയാൽ മതി. അതിൽ വരുന്നത് ഇതൊക്കെയാണ്, നമ്മുടെ സാധാരണ മെഡിസിൻസ് ഒക്കെ തന്നെയാണ്. പൈറോജന്, ബാക്ടീഷ്യ, എച്ചിനേഷ്യ, വെറാട്രംവൈറൈഡ്, ആഴ്സനിക് ആൽബ്, കോമ്പിനേഷനാണ്. അങ്ങനെയാണ് ക്യൂബയിലത്തെ ഡോക്ടർ വന്നാണ്. 1 മാസം പോലും എടുത്തില്ലല്ലോ, ഇറ്റലിയിൽ ഉടൻ എല്ലാം കൺട്രോൾഡായില്ലേ. ഇവിടെ തന്നെ നമ്മുടെ ജവഹർ ഷായ നമ്മുടെ ഒരു ഡോക്ടർ വന്നിരുന്നല്ലോ മുമ്പ്, വന്നിട്ട് പറഞ്ഞു ഈ ബോംബെയിലത്തെ തെരുവുകളിലൊക്കെ ആകെ 2 ആഴ്ച കൊണ്ട് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തു. മെഡിസിൻ കൊടുത്ത്, ഹോമിയോ മെഡിസിൻ കൊടുത്ത് കോവിഡ്. ഈ നമ്മുടെ ഇവിടുത്തെ സ്കൂളുകൾ തുറന്നത് എങ്ങനെ? ഹോമിയോ മരുന്ന് കൊടുത്തിട്ടല്ലേ സ്കൂളുകൾ തുറന്നത്. എല്ലാ സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കില്ലായിരുന്നു, ഓഫീസുകളെല്ലാം അടഞ്ഞു കിടക്കില്ലായിരുന്നു. എങ്ങനെയാ? നമ്മുടെ ഹോമിയോ മരുന്ന് കൊടുത്തിട്ടാണ് അത് തുറന്നത്. അല്ലാതെ ഇവിടെ വേറെ ആരും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആ സമയത്ത്. ഗവൺമെന്റ് ഡിസ്പെൻസറികൾ വഴി അല്ലാതെ പ്രൈവറ്റ് സംഘടനകൾ വഴിയൊക്കെ എല്ലാ സ്കൂളുകളിൽ കൊടുത്താണ് തുറന്നത്. എന്നിട്ട് ഒരാളും മരിച്ചില്ല. ഹോമിയോ ഡോക്ടേഴ്സ് ചികിത്സിക്കാൻ തുടങ്ങിയതിന് ശേഷം ചികിത്സയ്ക്ക് പോയവരാണ് മരിച്ചത്. ഹോമിയോ മരുന്ന് കൊടുത്തവരാരും പിന്നെ അതിനുശേഷം പിന്നെ കോവിഡ് ഒരു പ്രശ്നമേ അല്ലാതായിട്ട് മാറും. ഇവിടെ നമ്മളെല്ലാം മാസ്കും ഇല്ലാതെ എല്ലാവരും നോക്കുന്നത്. ഇപ്പോഴും ഇടയ്ക്ക് കോവിഡ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർക്ക് ഒരു പേടിയൊക്കെ ഉണ്ട്, കുറെ മാസ്ക് ഒക്കെ വെച്ച് നടക്കുന്നുണ്ട്. ഡോക്ടർ, ഇനി 3 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ശരി, ഓക്കെ, വൈൻഡപ്പ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. വളരെ കുറച്ച് സമയമുള്ളൂ, നമുക്ക് ഇനി 2 മിനിറ്റേ ഉള്ളൂ. ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. 35 പേരുണ്ട്. നമ്മള് ഈ സൂമിന്റെ വളരെ കഷ്ടപ്പെട്ട് നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് 2019 തുടങ്ങിയ സൂം വെബിനാർ ഇപ്പൊ 1800-ആം ദിവസം എത്തിയാണ് അടുത്ത വരുന്ന ചൊവ്വാഴ്ച. അതുപോലെ തന്നെ 5 വർഷം പൂർത്തിയാവുന്നതിന്റെ ഒരു ആഘോഷം നമുക്ക് സെപ്റ്റംബർ 28-ന് നടത്താനും തീരുമാനിച്ചു. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്നത് പോലെ നിങ്ങൾ എല്ലാവരും തന്നെ ഈ 1800 ഡേ സെലിബ്രേഷൻ ഉണ്ട്. അതുപോലെ 5 ഇയർ സെലിബ്രേഷൻ ഓൺലൈൻ അല്ല, ഓഫ്ലൈൻ ആണ്. കൊച്ചിയിൽ വെച്ചാണ്. സെപ്റ്റംബർ 28-നാണ്. എല്ലാവരും ഈ പ്രോഗ്രാമുകളിലൊക്കെ സഹകരിക്കണം. എല്ലാവരെയും പങ്കാളിത്തം ഉണ്ടാവണം. ക്ലാസ് കേൾക്കാൻ വേണ്ടി മാത്രമാവരുത്. എല്ലാവരും ഈ പ്രോഗ്രാമിൽ എല്ലാം പങ്കെടുത്ത് വിജയിപ്പിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നടത്തിക്കൊണ്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത ഹ്യൂബർട്ട് ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി സോയ ഈപ്പൻ ഡോക്ടറെ ക്ഷണിക്കുന്നു. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. സോയ ഈപ്പൻ ഡോക്ടർ ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, കണ്ടു. കേക്കാം. കേട്ടില്ല. ഹ്യൂബർട്ട് ഡോക്ടർക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡോക്ടറെ ക്ഷണിച്ചത്. ഞാൻ ക്ലാസ് മുഴുവൻ കേട്ടില്ലായിരുന്നു. കുറച്ച് ഭാഗങ്ങളെ കേൾക്കാൻ പറ്റുള്ളൂ. ഞാൻ കുഴപ്പമില്ല, അതിന് കുഴപ്പമില്ല. ഹാർട്ടിനെ പറ്റിയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മുഴുവൻ കേട്ടാലല്ലോ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുള്ളൂ. കുഴപ്പമില്ല, ഡോക്ടർക്കുള്ള നന്ദി പറഞ്ഞാൽ മതി. ക്ലാസ് നല്ല ക്ലാസ്സായിരുന്നു. ഡോക്ടറെ ഈ ക്ലാസ് എടുത്ത് നല്ല അനുഭവമായിരുന്നു. ഡോക്ടർക്ക് IFPCന്റെ പേരിലും എന്റെ പേരിലും നന്ദി പറയുന്നു. ഓക്കെ, സോയ ഈപ്പൻ ഡോക്ടറെ വളരെ നന്ദി. സോയ ഈപ്പൻ ഡോക്ടർക്ക് തീർച്ചയായിട്ടും സെപ്റ്റംബർ 28-നുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചർച്ചയുടെ ഒന്നും ഉണ്ടായിരുന്നോ? സോയ ഈപ്പൻ ഡോക്ടർക്ക് ഉണ്ടായിരുന്നോ? ചർച്ചയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലേ? അന്ന് ഞാൻ ചർച്ചയുടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. നമ്മളെ ഈ പ്രോഗ്രാമിന് പരിപാടി സെപ്റ്റംബർ 28-നാണ് നമ്മുടെ IFPHന്റെ 5 വർഷം പൂർത്തിയാകുന്നതിന്റെ സെലിബ്രേഷൻ ആണ്. അത് ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ അല്ല. കൊച്ചിയിൽ താജ് ഹോട്ടലിൽ വെച്ചാണ് നമ്മുടെ 5 വർഷത്തെ സെലിബ്രേഷൻ. 5 വർഷം പൂർത്തിയാക്കിയതിന്റെ സെലിബ്രേഷൻ നല്ലൊരു പരിപാടിയായിരിക്കും കൊച്ചിയിൽ വെച്ച്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സ്വയം ഡോക്ടർ ഉൾപ്പെടെ മറ്റിന്ന് സൂമിലുള്ള എല്ലാവരെയും അറിവിലേക്കാണ്. എല്ലാ ദിവസവും അതിന്റെ ബ്രോഷറും എല്ലാം വരുന്ന മുറയ്ക്ക് നമ്മൾ ഗ്രൂപ്പിലിടുകയും എല്ലാം ചെയ്യും. എല്ലാരും ഉണ്ടാവണം. അപ്പം ഓക്കെ, എല്ലാവർക്കും കട്ടായി പോകുന്നുണ്ട്, കേട്ടില്ലേ? അപ്പൊ സെപ്റ്റംബർ 28-ന് കൊച്ചിയിൽ വെച്ച് ഇപ്പോഴേ വരാൻ എല്ലാരും തയ്യാറാവണം. കൊച്ചിയിലാകുമ്പോൾ ഞങ്ങൾക്ക് എളുപ്പമുണ്ട് വരാനായിട്ട്. അതാണ്, തീർച്ചയായിട്ടും വരണം. അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ അടുത്ത മാസം ആഗസ്റ്റ് 15 വരെ 3000 രൂപയുള്ളൂ ഡെലിഗേറ്റ് ചാർജ്, ഡെലിഗേറ്റ് ഫീസ് പങ്കെടുക്കുന്നതിനുള്ള. കേൾക്കുന്നുണ്ടോ? ഓഗസ്റ്റ് 15 വരെ 3000 രൂപ. ഞാൻ പറയുന്നതോ? ഓഗസ്റ്റ് 15 കഴിയുമ്പോൾ അത് എനിക്ക് ഡോക്ടർക്ക് റേഞ്ച് ഇല്ല. ഞാൻ പറയുന്ന കേക്കാം. പിന്നെ ഓഗസ്റ്റ് 15 കഴിഞ്ഞാൽ പിന്നെ റേറ്റ് മാറിയാണ് കേട്ടോ. അപ്പം ഓഗസ്റ്റ് 15-ന് മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 3000 രൂപയുള്ളൂ. പിന്നെ കൂടെ ആരെങ്കിലും അക്കമ്പനി ചെയ്യുന്നെങ്കിൽ 2500 രൂപയും കേട്ടോ. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് 15-ന് മുമ്പ് ഈ 3000 രൂപയ്ക്ക് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇന്ന് നല്ലൊരു ക്ലാസ് എടുത്ത ഹ്യൂബർട്ട് ഡോക്ടർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഹ്യൂബർട്ട്